സംസ്ഥാനത്തെങ്ങും തോരാമഴയാണ്. കലിതുള്ളുകയാണ് കാലവർഷം. 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്, റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെയും അതിതീവ്ര മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പെരുമഴ തുടങ്ങിയതോടെ മഴക്കെടുതിയും രൂക്ഷമായി. കണ്ണൂരിൽ സുഹൃത്തുക്കൾക്കൊപ്പം നീന്താനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പത്തനംതിട്ടയിലും തോട്ടിൽ വീണ ഒരു യുവാവിന് ജീവൻ നഷ്ടമായി. കോഴിക്കോട് ചാത്തമംഗലത്ത് ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികനെ കാണാതായി. നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. പലയിടങ്ങളിലും ശക്തമായ കാറ്റിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ട്. തിരുവനന്തപുരത്ത് മതിലിടിഞ്ഞു വീണ് ഒരു വീട് തകർന്നു. തീരമേഖലയിൽ കടലാക്രമണവും രൂക്ഷമാണ്. കാസർകോട്ടും തൃശൂരും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയെന്നറിയാൻ നമുക്ക് റിപ്പോർട്ടർ പ്രതിനിധികളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ഷീലാസനലും കോഴിക്കോട്ട് നിന്ന് AK അഭിലാഷുമാണ് നമുക്കൊപ്പം ആദ്യഘട്ടത്തിൽ ചേരുന്നത്. ഗോപാൽ ഷീലാസനൽ, കടലാക്രമണമടക്കം തിരുവനന്തപുരത്തെ തീരമേഖലയൊക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ? അതേ സുജിയ, തിരുവനന്തപുരത്ത് കടലാക്രമണം അല്പം രൂക്ഷമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വലിയതുറയിലാണ്. എല്ലാ മഴക്കാലത്തും അല്ലെങ്കിൽ ഒന്ന് ശക്തിയായി കാറ്റ് വീശിയാൽ ഏറ്റവും കൂടുതൽ കടൽ ഇരച്ചു കയറുന്നൊരു മേഖലയാണ് ഈ വലിയതുറയിലെ കൊച്ചുതോപ്പ് എന്ന് പറയുന്ന പ്രദേശം. ആ കൊച്ചുതോപ്പിലെ ഒരു വീട്, വലിയതുറ സ്വദേശിയായ സാജൻ എന്ന വ്യക്തിയുടെ ഒരു വീടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ വീടിന്റെ ഏകദേശം കാൽ ഭാഗത്തോളവും അടിയിലെ മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞു. അതിന്റെ അറ്റത്തൊന്നും മണ്ണ് തന്നെ ഇല്ല. ആ വീടിന്റെ ബാലൻസ് കൊണ്ട് മാത്രം അത് തകർന്ന് കടലിലേക്ക് വീഴാതെ ഇപ്പോഴും ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഈ വീട്ടിലുണ്ടായിരുന്നവർ തങ്ങളുടെ ജീവൻ ഭയന്നുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട വീട്, ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ബന്ധു വീടുകളിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാത്രം പെയ്ത മഴയിലാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഈ വീട് നിൽക്കുന്നതിന് മുൻപായി മുൻനിരയിലായി 3 നിര വീടുകളും അതിനു മുന്നിൽ ഒരു റോഡും പിന്നീട് ഏകദേശം മീറ്ററുകളോളം കടൽ തീരവും ഉണ്ടായിരുന്ന പ്രദേശമാണ്. ഇങ്ങനെ കടലടിച്ചു കയറി വീടുകളെല്ലാം നശിച്ച് ജീവനും കൈപിടിച്ച് മനുഷ്യർ രാത്രിയിൽ ഉറങ്ങാതെ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വേദനാജനകമായ ഒരു കാര്യമാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന സാജന്റെ വീട്ടിലുണ്ടായിരുന്നവർ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയുള്ള സാജന്റെ ബന്ധുവീട്ടിലാണ്, അതായത് സാജന്റെ ഭാര്യയുടെ വീട്ടിലാണ് അവർ ഇപ്പോൾ വന്ന് മാറി താമസിക്കുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം എന്ന് തോന്നുന്നു. അമ്മേ, ഈ സാജന്റെ വീട് ഏകദേശം തകർന്നിരിക്കുകയാണ്. ഇപ്പൊ എപ്പോഴത്തെ മഴയ്ക്കാണ് ഇത് സംഭവിച്ചത്? ഇത് ഒരാഴ്ച കൊണ്ട് കടൽക്ഷോഭമായതിനു ശേഷമാണ് ഇത് സംഭവിച്ചത്. ഒരാഴ്ചക്കുള്ളിലാണ് ഇതെല്ലാം സംഭവിച്ചത്. വീടിന്റെ അടുത്തിരുന്ന ബാത്റൂമും പിന്നെ ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു, അതെല്ലാം ഈ ഒരാഴ്ചത്തെ കടലിലാണ് സംഭവിച്ചത്. അപ്പോ അവരൊക്കെ ഇവിടെയാണോ താമസിക്കുന്നത്? അവര് എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. മരുമകൻ മാത്രം അവിടെ ഷെഡിലെ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു, അവിടെ കിടക്കും. മോളും പിള്ളേരും ഒക്കെ ഇവിടെ തന്നെ താമസിക്കുന്നു. ഇപ്പോ ഈ വീട് ഇപ്പൊ എത്ര നാളായി കാണും വെച്ചിട്ട്? ഈ 6 വർഷമായി. 7 വർഷമാവും. അപ്പോ ഇത് മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പൊ തന്നെ തുടങ്ങിയത്. ഏകദേശം തകരാറായ അവസ്ഥയാണ്. അത് തകരാറായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ആരും ഇടം തരൂല്ല. അതിനുള്ള ഇത് ഇല്ല ഞങ്ങൾക്ക്. വൈകാരികമാണ് കുറച്ച് സാഹചര്യമൊക്കെ. കാരണം നമുക്കത് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒരു വീടെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ്. കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതാകുന്ന മനുഷ്യരുടെ വേദന അത് ചെറിയ വേദനയല്ല. അത്തരത്തിൽ ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത മനുഷ്യരുള്ളൊരു പ്രദേശമാണ്. വാടക വീടുകളും ക്യാമ്പുകളും തേടി മഴക്കാലമാകുമ്പോൾ ഓടേണ്ട ഒരു സ്ഥിതിയുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന നാടാണ് വലിയതുറ എന്ന കാര്യം വളരെ ഖേദത്തോടു കൂടി പറയേണ്ട അവസ്ഥയുണ്ട്. ഈ മുന്നിൽ കാണുന്ന 2 കെട്ടിടങ്ങൾ, 2 സ്കൂൾ കെട്ടിടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതിന് പിന്നിലുള്ള വീടുകൾ അതിനെ കടൽ ഇപ്പോഴും ഒന്ന് തടഞ്ഞു നിർത്തുന്നത് എന്നതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഒരു ചെറിയൊരു തടയണ പോലെ അല്ലെങ്കിൽ ഒരു രക്ഷാകവചം പോലെ ഈ 2 കെട്ടിടങ്ങൾ ഈ മുൻവശത്തായി രക്തസാക്ഷിത്വം വഹിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കടൽ ഒരു പരിധിവരെയെങ്കിലും ഇരച്ചു കയറാതിരിക്കുന്നത്. ഈ കിടക്കുന്നതെല്ലാം വീടുകളാണ്. ഈ തകർന്നു കിടക്കുന്ന കൽക്കൂട്ടങ്ങളെല്ലാം ഒരു കാലത്ത് മനുഷ്യന്മാർ അവരുടെ കുടുംബങ്ങളുമായി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചിരുന്ന ഇടങ്ങളായിരുന്നു. വലിയ രീതിയിൽ കടൽക്ഷോഭം ആ മേഖലയെ ആകെ ഇപ്പോൾ ഉലയ്ക്കുന്നുണ്ട്. എല്ലാ മഴക്കാലത്തും നമ്മൾ കാണാറുള്ള ഒരു കാഴ്ച കൂടിയാണ്. ഇതിനൊരു പരിഹാരമാകുന്നില്ല, കടൽഭിത്തി ആകുന്നില്ല. കടൽ കൂടുതൽ കരയിലേക്ക് കയറുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.